ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ച് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഗ്രാമ്പു, പട്ട അങ്ങനത്തെ മസാലാസ് ചേർത്ത് കൊടുക്കാം. 2 സവാള നീളത്തിൽ മുറിച്ചത് ചേർത്ത് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. സവാള വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവിനായി സാധാരണ മുളക് പൊടി അങ്ങനത്തെ മസാലാസ് ചേർക്കുന്നില്ല, അതാണ് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നത്. സവാള നന്നായി വാടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുഴുവനും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി മുറിച്ച മല്ലിയില ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം.
നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടി പരിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ദം വയ്ക്കാനായി അടിയിലൊരു ദോശത്തവ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായി ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണി പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ്സ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണും വരെ ബൈ.